ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മസന്യാസ യോഗം എന്ന ഈ 5-ാമത്തെ അധ്യായത്തിലെ അവസാനത്തേതും 29-ാമത്തേതുമായിട്ടുള്ള ശ്ലോകമാണ്. ഈ അധ്യായം 29 ശ്ലോകങ്ങളാണ് ഉള്ളത്. അർജുനൻ്റെ സംശയം, ആ സംശയത്തിലൂടെ അർജുനൻ ചോദിക്കുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യം, അതാണ് 1-ാമത്തെ ശ്ലോകം. ബാക്കി 28 ശ്ലോകങ്ങൾ ഭഗവാൻ അതിന് സമാധാനം പറയുന്നതാണ്. അപ്പോൾ ഈ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി ഋച്ഛതി. അപ്പോൾ ഇവിടെ പറയുകയാണ്, യജ്ഞതപസാം ഭോക്താരം. യജ്ഞതപസാം ഭോക്താരം, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവായും. എന്താണ് ഭുജിക്കുന്നത്? യജ്ഞത്തെയും തപസ്സിനെയും. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവായും യജ്ഞതപസാം ഭോക്താരം സർവലോകമഹേശ്വരം. അപ്പോൾ യജ്ഞങ്ങളും തപസ്സുകളും ഒക്കെ ഭുജിക്കുന്നത് ആരാണ്? അത് ഞാനാണ്. ഞാനെന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. സർവലോകമഹേശ്വരം, സർവലോകങ്ങളുടെയും അധിപൻ, സർവലോകങ്ങളുടെയും ഈശ്വരൻ. അങ്ങനെ സർവലോകങ്ങളുടെയും ഈശ്വരനായും യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവായും സർവഭൂതാനാം സുഹൃതം, സർവഭൂതങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവിച്ചതുണ്ടായത്, സർവഭൂതങ്ങളുടെയും സുഹൃത്തായി. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകങ്ങളാണിതൊക്കെ. നമ്മൾ ഭഗവാനെന്നും ഈശ്വരനെന്നും ദേവനെന്നും ദൈവമെന്നും ഒക്കെ പറയുമ്പോൾ ഒരു ഭയപ്പാടോടുകൂടി, ഇന്നത് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഈ ഭഗവാൻ അപകടത്തിൽപ്പെടുത്തും, അല്ലെങ്കിൽ ഭഗവാൻ ഇന്നത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. ശ്രീരാമനിൽ എങ്ങനെയാണോ ഹനുമാന് ഭക്തി ഉണ്ടായത്, അത് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഭക്തിയാണ്, സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭക്തിയാണ്, കേവലം ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭക്തിയല്ല. നമുക്കൊക്കെ ദൈവം എന്ന് കേൾക്കുമ്പോഴും ഈശ്വരൻ എന്ന് കേൾക്കുമ്പോഴും ഭഗവാൻ എന്ന് കേൾക്കുമ്പോഴും ഒക്കെ ഭയമാണ്. വെറുതെ തെറ്റായ വിധത്തിൽ നമ്മൾ കുട്ടികളെയൊക്കെ ദൈവം, ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഭയപ്പാടോടുകൂടിയാണ് അവർ കാണുന്നത്. അങ്ങനെയല്ല ഭഗവാനെ കാണേണ്ടത്. ഭഗവാനെ കാണേണ്ടത് സുഹൃത്ത് എന്ന തലത്തിലാണ്. കാരണം ഭഗവാൻ നമ്മളെ കാണുന്നത് സുഹൃത്ത് എന്നുള്ള തലത്തിലാണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ കെൽപ്പുള്ള, അത്രയും കഴിവുള്ള, അത്രയും അഗാധമായിട്ടുള്ള അറിവുള്ള സുഹൃത്ത്.
അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന സുഹൃത്തല്ല, നമ്മളെ മുന്നോട്ട് ശരിയായ വിധത്തിൽ നയിക്കുന്ന സുഹൃത്ത്. അങ്ങനെ എങ്ങനെയാണോ മീരയ്ക്ക് ഭഗവാനോട് ഏത് വിധത്തിലുള്ള ഭക്തിയുണ്ടായി? സൗഹൃദമാണ്, അവിടെ നിഷ്കളങ്കമായിട്ടുള്ള സൗഹൃദമാണ്. എങ്ങനെയാണോ ഗുഹന് ശ്രീരാമനോട് ഉള്ള ഭക്തി, അവിടെയും ഭക്തിയും ആ ഒരു വലിയ ബഹുമാനവും ഒക്കെ ഉണ്ട്, എങ്കിലും അതിൻ്റെ അടിസ്ഥാനമെല്ലാം സൗഹൃദമാണ്. സൗഹൃദം കൂടി വന്നാലേ നിഷ്കളങ്കമായിട്ട് നമുക്ക് ഭഗവാനെ സ്നേഹിക്കുവാൻ സാധിക്കൂ. നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മളുടെ സുഹൃത്ത്, ആ വിധത്തിൽ ഭഗവാനെ കാണണം എന്നാണ്. അതാണ് സർവഭൂതങ്ങളുടെയും സുഹൃത്തായും ജ്ഞാത്വാ മാം, എന്നെ അറിയണം. അങ്ങനെ എന്നെ അറിഞ്ഞിട്ട് ശാന്തി ഋച്ഛതി, ശാന്തിയെ പ്രാപിക്കണം. ശാന്തിയെ പ്രാപിക്കുവാൻ ഭഗവാനെ അറിയണം എന്നാണ് അർത്ഥം. ശാന്തിയെ പ്രാപിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഭഗവാനെ അറിയണം. അത് ഭയപ്പാടോടുകൂടി എന്തെങ്കിലും ഇന്നതൊക്കെ കൊടുത്താൽ ഭഗവാനെ നമുക്ക് വശീകരിച്ചെടുക്കാം എന്നൊന്നും അല്ലാതെ പരമമായിട്ടുള്ള സമർപ്പണം, സർവപ്രവൃത്തികളും യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ് എന്ന് പറയുമ്പോൾ, യജ്ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യജ്ഞകുണ്ഡത്തിൽ ഹവിസ് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന യജ്ഞങ്ങൾ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും, സർവ കർമ്മങ്ങളും, അത് ത്യാഗപൂർണമായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങളുടെ ഭോക്താവാരാണ് നമ്മൾ. കർമ്മങ്ങൾ ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ്? ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാ കർമ്മങ്ങളും, സർവകർമ്മങ്ങളും. എന്തിന്? നമ്മൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആഹാരം കഴിക്കുക എന്നതുപോലും യജ്ഞമാണ്. അത് ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ഭാവത്തോടു കൂടി ചെയ്യണം. അപ്പോൾ അത് ഭഗവാനാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഭോക്താവ് ഭഗവാനാണ്. സർവ തപസ്സുകളുടെയും ഭോക്താവ് ഭഗവാനാണ്. അങ്ങനെ തപസ്സുകളുടെയും സർവയജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാനാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ എല്ലാം ഭോക്താവ് ഭഗവാനാണ് എന്ന് അറിയണം. സർവലോകങ്ങളുടെയും അധിപൻ ഭഗവാനാണ്. പരമമായ ഏറ്റവും ശ്രേഷ്ഠമായ പദത്തിൽ നിന്നുകൊണ്ട്, തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നത് ഭഗവാനാണ്. അത് അങ്ങനെ ഭഗവാനെ നമുക്കറിയുവാൻ സാധിക്കണം. സർവഭൂതങ്ങളുടെയും സുഹൃത്ത് ഭഗവാനാണ്. അങ്ങനെ നമുക്ക് ഭഗവാനെ അറിയുവാൻ സാധിക്കണം. ഇങ്ങനെ ഭഗവാനെ അറിയണം. അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അറിയുക, കേവലം അറിയുക എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും അറിയാം. പക്ഷെ അറിയേണ്ട വിധത്തിൽ, അറിയേണ്ട രീതിയിൽ ഈശ്വരനെ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ഈ അവസാനത്തെ ശ്ലോകം. ആ അവസാനത്തെ 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ 5ാമത്തെ അധ്യായത്തിൽ 29 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ഒന്ന് അർജുനൻ ഭഗവാനോട് സംശയ രൂപത്തിൽ ചോദിക്കുന്ന ചോദ്യം. അതെന്താണ് ചോദിച്ചത് എന്നുകൂടെ ഒന്നുകൂടെ നോക്കാം നമുക്ക്. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ
യതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അല്ലയോ കൃഷ്ണ, കർമ്മ പരിത്യാഗത്തെക്കുറിച്ചും കർമ്മ യോഗത്തെക്കുറിച്ചും അത് രണ്ടും അങ്ങ് പ്രശംസനീയമാം വണ്ണം അങ്ങ് പറഞ്ഞു. പക്ഷേ ഇതിൽ ഒന്നിനെ ത്യജിക്കുക എന്നുള്ളതാണ്, കർമ്മത്തെ ത്യജിക്കുക എന്നുള്ളതാണ്. ഒന്ന് യോഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർമ്മത്തെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ അനുവർത്തിക്കേണ്ടത്, അത് ഏതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്, അത് സുനിശ്ചിതമായി പറഞ്ഞു തരണം എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ അധ്യായം സമാരംഭിച്ചത്. ആ സംശയത്തിനാണ് ബാക്കി 28 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ഏത് വിധത്തിലാണ്, എന്തിനെയാണ് യഥാർത്ഥത്തിൽ സ്വാംശീകരിക്കേണ്ടത്, ഏത് വിധത്തിലാണ് ശാന്തിയെ പ്രാപിക്കേണ്ടത്, ഏത് വിധത്തിലാണ് ഒരു ആൾ മുക്തനായി മാറുന്നത്, മോക്ഷതലത്തിലേക്ക് ഉയരുന്നത് എന്നൊക്കെയാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറഞ്ഞത്. ഇവിടെ യോഗശാസ്ത്രമായിട്ടുള്ള ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണനും അർജുനനും സംവദിക്കുന്ന ശ്രീകൃഷ്ണാർജുന സംവാദേ സന്യാസ അല്ലെങ്കിൽ കർമ്മസന്യാസ യോഗോ നാമ പഞ്ചമോധ്യായ സമാപ്തഃ. ഇവിടെ അടുത്ത് ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗം, ആ ധ്യാനയോഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമസ്തേ.